ജപ്പാനിലേക്കുള്ളൊരു കപ്പൽ യാത്രയായിരുന്നു. അത് വിർഗോ, ഒരു വല്ലാത്ത ലക്ഷറി, ഒരു ആഡംബര കപ്പലാണ്. ആ കപ്പലിൽ അതിൻ്റെ കപ്പാസിറ്റി 4000 യാത്രികരും 2000 തൊഴിലാളികളാണ്. പക്ഷേ നമ്മൾ അന്ന് ആ കപ്പലിൽ 4000 യാത്രികരുണ്ടായിട്ടില്ല, എന്നാലൊരു 3000-ലധികം യാത്രികരുണ്ടായിരുന്നു. അവർക്ക് വേണ്ട സർവീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡൈനിങ് ഹാളൊക്കെ കണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്കത് വിശ്വസിക്കാൻ കഴിയുള്ളൂ, കേട്ടാൽ വിശ്വസിക്കാൻ കഴിയില്ല. അത്രയും ഷിപ്പിൻ്റെ ഒരു ഭാഗം ഒന്നായിട്ട് ഡൈനിങ് ഹാളാണ്. ആ ഡൈനിങ് ഹാളിലെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളാണ്. അതിൽ ഭക്ഷണത്തിൻ്റെ എല്ലാ ഐറ്റങ്ങളും, നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും അതിന് കിട്ടും. അങ്ങനെ ഒരു സൗകര്യകരമായ യാത്രയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പല പുസ്തകങ്ങളിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ കപ്പലിൻ്റെ കപ്പാസിറ്റിയും അത് ഉൾക്കൊള്ളുന്ന പെട്രോൾ എത്രയാണ് എന്നും, അതേപോലെ തന്നെ അതിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഒരു 8 ദിവസത്തേക്ക് എത്രയാണ് ആകുന്നതെന്നൊക്കെ അതിൻ്റെ ക്യാപ്റ്റനുമായി സംസാരിച്ച് അതിൻ്റെ ലീസ്റ്റൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ കപ്പൽ യാത്രകൾ പല രീതിയിലാണ്. വളരെ ആഡംബര പൂർണ്ണമായ ഷിപ്പ് യാത്ര ഉണ്ട്. ഇതിൻ്റെ ഡൈനിങ് ഹാൾ അങ്ങനെയാണെങ്കിൽ അതിലെ ഓഡിറ്റോറിയം കണ്ടാൽ ഇതൊരു കപ്പലിലാണ് നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളൊരു തോന്നൽ പോലും ഉണ്ടാവില്ല. അപ്പോൾ അക്ബർ ഷിപ്പിലെ കപ്പൽ യാത്രയും ഈ വിയർഗോയിലുള്ള ആ യാത്രയും അത് രണ്ടും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്.